എല്ലാവർക്കും നമസ്കാരം. ഐ എം എ ന്യൂട്രീഷനിസ്റ്റ്. മൈ കൺസൾട്ടേഷൻ ഈസ് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ എ ഹെൽത്തി നാച്ചുറൽ ഫുഡ് വിത്ത് നോ റെസ്ട്രിക്ഷൻസ് ആൻഡ് സീറോ സപ്ലിമെൻറ്റ്സ്. സോ ഗെയിനിങ് വെയ്റ്റ് എല്ലാവർക്കും അധികം കഴിക്കുന്നത് കാരണം ഉണ്ടാവില്ല. അതായത് മെനി ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവാം, പിന്നെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാം, ലൈക്ക് തൈറോയിഡോ അല്ലെങ്കിൽ PCOD, PCOS, അങ്ങനെ എന്തെങ്കിലും കാരണം വെയ്റ്റ് ഗെയിൻ ഉണ്ടാവാം. അല്ലെങ്കിൽ പോസ്റ്റ് പ്രഗ്നൻസി ആ സമയത്ത് ഉണ്ടാകുന്ന വെയിറ്റ്, പിന്നെ സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന വെയിറ്റ്. പിന്നെ എല്ലാവരും കഴിക്കുന്നത്, അതിൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അവരവർക്ക് തോന്നുന്ന ഫുഡ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ അതിൽ വരുന്ന ഫുഡ് കൊണ്ട് ഡയറ്റ് ഫോളോ ചെയ്യും. പക്ഷെ അതൊക്കെ വെയിറ്റ് റിഡ്യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾ കഴിക്കുന്ന പോർഷൻ, അതായത് മീൽ പ്ലേറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് പോർഷൻ സൈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ കഴിക്കുന്ന ഈച്ച് ആൻഡ് എവറി പോർഷൻസ്, അത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ഗെയിനോ വെയിറ്റ് ലോസോ ഉണ്ടാവും. പിന്നെ ഇത് തന്നെ കഴിക്കാം, ഇത് കഴിക്കാനേ പാടില്ല, അങ്ങനെ ഒരു ഫുഡും ഈ ലോകത്തില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് വെൽ ബാലൻസ്ഡ്, അതായത് ഒരു ദിവസം ഒരു ഡേ എടുത്താൽ അതിൽ നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം വെൽ ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സപ്പോസ് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യണം, ഒരു മാസത്തിൽ 5 കിലോ വെയിറ്റ് ലോസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് ജാസ്തിയായിട്ട് വെയിറ്റ് ലോസ് ചെയ്യണം, അങ്ങനെയെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ചിലപ്പോൾ ഉണ്ടാവാം. അതായത് പട്ടിണി കിടന്നിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവാം. പക്ഷേ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ വിറ്റമിൻസ് ഡെഫിഷ്യൻസി ഉണ്ടാകും. അപ്പോൾ നമ്മൾ വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമലി എന്തെങ്കിലും വിറ്റമിൻ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് എന്തെങ്കിലുമൊക്കെ എടുക്കും. സോ അങ്ങനെയൊന്നുമില്ലാതെ നമ്മൾ വെയിറ്റ് കുറയ്ക്കണം, പ്ലസ് നമ്മളെ ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്യണം, പ്ലസ് നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവാൻ പാടില്ല. അതായത് വിറ്റമിൻ ലോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ഹെയർ ലോസോ, ചിലർക്കൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ തലവേദന ഉണ്ടാകും, തലവേദനയോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് കറക്റ്റ് സമയം, നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് സമയം, പ്ലസ് നോർമൽ എക്സസൈസസ്, ഒരു 30 മിനിറ്റ്സ് എക്സസൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെച്ചസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് വീക്ക്ലി ത്രൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ ഡിസീസ് കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റിക് ആവട്ടെ, യൂറിക് ആസിഡ് ഉള്ളവർക്ക്, പിന്നെ തൈറോയിഡ്, അതിലും 2 സെക്ഷൻ ഉണ്ട്, ഹൈപ്പോ തൈറോയിഡ് ഉണ്ട്, ഹൈപ്പർ തൈറോയിഡ് ഉണ്ട്. അപ്പോൾ തൈറോയിഡ് ആവട്ടെ, അല്ലെങ്കിൽ PCOD, PCOS, അങ്ങനെ 2 കാറ്റഗറി ഉണ്ട്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർ, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഡിസീസസ് ലൈക്ക് ഹാർട്ട് റിലേറ്റഡ് ഡിസീസ്, പിന്നെ റീനൽ ഡിസീസസ്, ഓൺകോളജി, അങ്ങനെ എന്തെങ്കിലും എനി ടൈപ്പ് ഓഫ് ഡിസീസ്, എന്ത് ഡിസീസ് ഉണ്ടെങ്കിലും. അപ്പോൾ എല്ലാവരും കരുതുന്നത്, ഇത് എനിക്ക് ഷുഗർ ഉണ്ട്, അത് കാരണം ഞാൻ ഇത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഇത്ര കഴിക്കാമോ, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ എനിക്ക് ഷുഗർ ജാസ്തി ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ നമുക്ക് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വൈ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് ഫുൾഫിൽ ആവണം, പ്ലസ് അത് കാരണം നമുക്ക് നമ്മുടെ ബോഡി അഫക്റ്റ് ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും വെൽ ബാലൻസ്ഡ് ആയിട്ട് എടുക്കണം. സം ഡിസീസസ് നമുക്ക് വേറെ ഓപ്ഷനില്ല, അപ്പോൾ നമ്മളതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ചില ഡിസീസസ് ഓപ്ഷനേ ഉണ്ടാവില്ല, അപ്പോൾ അതിന് മെഡിസിൻസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പക്ഷേ വെയിറ്റ് ഗെയിനിനോ വെയിറ്റ് ലോസിനോ, പിന്നെ ബാക്കിയുള്ള നമ്മൾ വീട്ടിൽ എന്ത് കഴിക്കും, രാവിലെ ആയാൽ എന്ത് കഴിക്കും, ഉച്ചയ്ക്ക് എന്ത് കഴിക്കും, രാത്രി എന്ത് കഴിക്കും, അതുമാതിരിയായ ഡയറ്റ് തന്നെയാണ്. പക്ഷേ അതിൽ ചെറിയ ചെറിയ കറക്ഷൻസ്. അത് കാരണം നമുക്ക് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഇത്ര വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. വീട്ടിലുള്ളവരാവട്ടെ എല്ലാവരും സമയത്തിന് ആഹാരം കഴിക്കില്ല, പിന്നെ പാക്ക് ചെയ്തൊക്കെ കൊടുക്കും, പ്രിപ്പയർ ചെയ്ത് കൊടുക്കും, പക്ഷേ അവരുടേതായ ഫുഡ് അവർ പ്രോപ്പറായിട്ട് കഴിക്കില്ല. നമ്മളങ്ങനെ കഴിക്കാൻ മറക്കുന്നത് കൊണ്ടും അങ്ങനെ കഴിക്കാതെ വിടുന്നത് കൊണ്ടും, പിന്നെ വെൽ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാത്തത് കൊണ്ടും ആണ് ഫുഡിന് പകരം മെഡിസിൻസ് കഴിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നത്. അപ്പോൾ കുറച്ചും കൂടി വർഷം കഴിയുമ്പോൾ, അതായത് ഒരു 50 വയസ്സിൽ വരേണ്ട ഷുഗർ ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആവട്ടെ, ഇപ്പോൾ എല്ലാം 15 വയസ്സ് മുതൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് യുവർ ഫേവറേറ്റ് ഫുഡ്, വാട്ട് എവർ യു വാണ്ട്. അത് ഏത് ഫുഡാവട്ടെ, നിങ്ങളുടെ ആവശ്യപ്രകാരം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐ ക്യാൻ മേക്ക് എ ഡയറ്റ് പ്ലാൻ. അപ്പോൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വെയിറ്റ് റിഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൊണ്ടാവുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഹാപ്പി ആവും, നമ്മളതിനെ ഫോളോ ചെയ്യും, വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കുള്ള ഡിസീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അത് ഏത് ഡിസീസ് ആവട്ടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. എൻ്റെ നമ്പർ ആൻഡ് വെബ്സൈറ്റ് തരാം. സോ ഐ ക്യാൻ ഹെൽപ്പ് യു
എന്തെങ്കിലും ഡയറ്റ് റിലേറ്റഡ് ഓർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഫോർ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ തരാം, അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. 8122107348 ആണ്. എൻ്റെ വെബ്സൈറ്റ് site.google.com/view/wellness-on-a-plate. എൻ്റെ മെയിൽ ID wellnessfulltime@gmail.com. My mobile number also the same, 8122107348. So any disease related അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിൻ, വെയ്റ്റ് ലോസ്, ഡിസീസ് ഉള്ളവർ, അതായത് ഡയബറ്റിക്, കൊളസ്ട്രോൾ, തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡ്, യൂറിക് ആസിഡ് ഫോർ കാൽഷ്യം ആൻഡ് പീഡിയാട്രിക്, any disease conditions like renal diet and oncology diet, any related diet, fatty liver, cardiovascular diet, healthy diet, well balanced diet, and consultations. So anything you can contact me or send me a message. Thank you so much. And one more, consultation will be Malayalam, Tamil and English, Hindi. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും മെസ്സേജ് അയക്കാം, ഡീറ്റെയിൽസ് കൺവേ ചെയ്യാം, ജസ്റ്റ് ടൈപ്പ് ചെയ്തും അയക്കാം. സോ എനിത്തിങ് ഈസ് ഫൈൻ ഫോർ മീ. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.